സുഹൃത്തുക്കളെ, ഒരുപക്ഷെ മലയാളികൾ വേണ്ട അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇനിയും ഇടപെടാത്ത ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. നാം ബുദ്ധഭഗവാന്റെ പ്രകീർത്തനങ്ങളും ബുദ്ധമതത്തിൻ്റെ മഹത്വവും മറ്റും തുടർച്ചയായി സംസാരിക്കുമ്പോഴും നമ്മുടെ മൂക്കിന് താഴെ ബുദ്ധമതത്തെയും ബുദ്ധഭഗവാനെയും ബുദ്ധമത പാരമ്പര്യത്തെയും നിഷേധിക്കുന്ന ഒരു വലിയ അനീതി നമ്മൾ കണ്ടിൽ നിന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിനൊരു കാരണം കേരളത്തിലെ ബുദ്ധമതം അതിസൂക്ഷ്മ ന്യൂനപക്ഷമാണ്, എണ്ണത്തിൽ വളരെ കുറവാണ്. മറ്റ് വലിയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മലയാളി സമൂഹം വളരെ മൈക്രോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു അസ്തിത്വപരമായ പ്രശ്നത്തിലേക്ക് ഇനിയും കണ്ണയച്ചിട്ടില്ല. അത് അങ്ങ് ഇന്ത്യയിൽ തന്നെ ബീഹാറിൻ്റെ ഒത്ത നടുക്കുള്ള ബോധഗയ എന്ന് പറയുന്ന അതിപ്രധാനമായ ചരിത്രപരവും ആർക്കിയോളജിക്കലായിട്ട് പുരാവസ്തുവിൻ്റെ അടിസ്ഥാനത്തിലും ബുദ്ധമതസംബന്ധവുമായിട്ടുള്ള ഏറ്റവും പരിശുദ്ധമായ വളരെ പാവനമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന അനീതിയാണ്. അത് ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തരം 1949 ഈ ബുദ്ധഗയ ക്ഷേത്രം എന്നുള്ള വാക്ക് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. വിഹാരം, ആ ബൗദ്ധ വിഹാരത്തിൻ്റെ നടത്തിപ്പ് ചുമതല, അതിന് ഒരു പ്രത്യേക ആക്ട് ഉണ്ടാക്കുകയുണ്ടായി. 1949 ആ ആക്ട് പ്രകാരം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1953 ആ ബുദ്ധവിഹാരത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഒരു പ്രത്യേക കമ്മിറ്റിക്ക്, അതിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, ബുദ്ധമത വിശ്വാസികൾ ന്യൂനപക്ഷമായിരിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു കമ്മിറ്റി സംവിധാനത്തിന് നിയമപ്രാബല്യം കൊടുത്തു 1953. അന്നു മുതൽ ഇന്ത്യയുടെ മഹത്തായ ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ബുദ്ധമത വിശ്വാസികളല്ലാത്തവരും ഇതിൻ്റെ പുറകിലുള്ള അനീതിയെക്കുറിച്ച് ബോധവാന്മാരായി. എന്നാൽ കുറച്ചു മാസങ്ങളായി ഇതിനെപ്പറ്റിയുള്ള ഒരു വീണ്ടും ബുദ്ധമത വിശ്വാസികളിലും അവരുടെ ബുദ്ധ ഭിക്ഷുക്കളുടെ ഇടയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു വികാരം ഉയർത്തെണീക്കാൻ ഒരു കാരണം ഈ അടുത്ത കാലത്താണ് വഖഫ് ഭേദഗതിയുമായി ഇപ്പോഴത്തെ മോഡി സർക്കാർ രംഗത്ത് വന്നത്. അതിൽ കൃത്യമായ ഒരു കാര്യപരിപാടി ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി. കൊളോണിയൽ കാലഘട്ടം മുതൽ ഒരു പ്രധാന ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ സ്വത്തും അവരുടെ മതപരമായ അവരുടെ വസ്തുക്കളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വഖഫ് നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ പള്ളി സ്വത്തുകളിലും മറ്റും കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റികളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ തിരികെ കയറ്റുന്നതിൻ്റെ ഒരു നിയമം ഇന്ത്യയിൽ മോഡി സർക്കാർ കൊണ്ടുവന്നു. അത് വാസ്തവത്തിൽ ഒരു തിരികൊളുത്തി ഈ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയ്ക്കും ഈ ബുദ്ധവിഹാരത്തിൻ്റെ നടത്തിപ്പിൽ കൊണ്ടിരുന്നിരുന്ന ഭിക്ഷുക്കളുടെ ഇടയ്ക്കും ഇത് ഒരു അപകട സൂചന പോലെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവരിപ്പോൾ സമരപഥത്തിലാണ്. ഈ 1949 ഈ ആക്ട് ഭേദഗതി ചെയ്യണമെന്നും ഈ വിഹാരത്തിൻ്റെ ഈ ലോകത്തെങ്ങുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഒരു തീർത്ഥാടനത്തിന് എത്തുന്ന ഒരു സ്ഥാപനത്തെ, അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ ചരിത്രം, അവർ ബുദ്ധമത വിശ്വാസപ്രകാരം ബുദ്ധന് ജ്ഞാനോദയമുണ്ടായ, എൻലൈറ്റൻമെൻ്റ് ഉണ്ടായ സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഞാനവിടെ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബം ഒന്നിൽ കൂടുതലോ തവണ പോയിട്ടുണ്ട്. അതിൻ്റെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ അനുഭവിച്ചിട്ടുണ്ട്, സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും, ഇത് തികച്ചും
ഈ ഈ ഈ വിഹാരം നിർമ്മിക്കുന്നത് തന്നെ അശോക ചക്രവർത്തി, അതും ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരിക്കലും അതിനെപ്പറ്റി ഒരു എതിരഭിപ്രായമില്ലാത്ത വിധത്തിലുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. 2060 BC അശോക ചക്രവർത്തി വിഹാരം നിർമ്മിക്കുന്നുവെന്നുള്ളതും പരിപാവനമായിട്ടുള്ള അവിടുത്തെ പീപ്പൽ ട്രീ, അതിൻ്റെ അന്തരീക്ഷം, ഇതെല്ലാം തികച്ചും അതിന്യൂനപക്ഷമായ എന്നാൽ ഇന്ത്യയുടെ വളരെ ചരിത്രധാരയിലും സാംസ്കാരിക ധാരയിലും സുപ്രധാനമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് അർഹതപ്പെട്ട നിയന്ത്രണമുള്ള ഒരു സ്ഥാപനമായി നിലനിൽക്കണമെന്നുള്ളത്. ഈ പുതിയ സാഹചര്യത്തിൽ അതില്ലാത്തതിൻ്റെ അപകടം ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷ വിശ്വാസികളും തിരിച്ചറിയുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഈ 1949 ഈ ആക്ട് ഭേദഗതി ചെയ്യണമെന്നും ഇപ്പോൾ അത് നടത്തിപ്പിനുള്ള കമ്മിറ്റിയിൽ ബുദ്ധമത വിശ്വാസികളല്ലാത്തവർക്ക്, അത് ബലത്തിൽ ഹിന്ദുക്കൾക്ക് ബഹുഭൂരിപക്ഷം കിട്ടുന്ന ഒരു സംവിധാനമാക്കി മാറ്റുന്നതിനുള്ള ആ സംവിധാനത്തിൻ്റെ മാറ്റി അഴിച്ചുപണി ചെയ്യണമെന്നും ബുദ്ധമത വിശ്വാസികൾക്ക് മാത്രമായി ആ വിഹാരത്തിൻ്റെ ബുദ്ധക്ഷേത്രത്തിൻ്റെ ബുദ്ധ വിഹാരത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ നിയന്ത്രണവും നടത്തിപ്പും വിശ്വാസികളുടെ കയ്യിൽ തന്നെ വരുത്തുന്ന വിധത്തിൽ